അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 17. ജ്വാല അപ്പുവിനെ പകപ്പോടെ നോക്കി. എന്താ ജ്വാലക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ? എന്നെ അറിയോ? അപ്പു കുറുമ്പോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ലാന്ന പോലെ വെപ്രാളത്തോടെ തലകുലുക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് അവന് പാവം തോന്നി. എന്തിനാ കണ്ണു നിറഞ്ഞേ? അവൻ പതിയെ ചോദിച്ചു. ആരാ? എന്തിനാ ഇവിടെ ഇവിടെ അവൾ ഇടർച്ചയോടെ ചോദിച്ചു. അത് ശരി, എന്റെ ഏട്ടന്റെ കല്യാണത്തിന് പിന്നെ ഞാൻ വരാതെ എങ്ങനെയാ? അവനിൽ കള്ളച്ചിരി. ജ്വാല അവനെ മിഴിച്ചു നോക്കി. എന്താ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. ആന്നേ, ഈ നിൽക്കുന്ന അഗ്നിദേവിന്റെ ഒരേ ഒരു അനിയനാ ഞാൻ, ആരവ് ദേവ്. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ പേടിയോടെ നോക്കി. കണ്ണുകൾ അഗ്നിയിലേക്ക് നീങ്ങവേ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന അവനെ കണ്ട് അവള് വിറയലോടെ തല താഴ്ത്തി. അഗ്നി അപ്പൂനെ നോക്കി കണ്ണു ചിമ്മി. ജ്വാല പക്ഷെ ആകെ തകർന്നു പോയിരുന്നു. ആരവേട്ടൻ അഗ്നിദേവന്റെ അനിയനാണോന്നോ? അപ്പൊ അന്ന് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തന്നുവിട്ടത് ആരാ? അതൊരിക്കലും ആരവേട്ടനല്ല, ഫ്രണ്ടായി കാണാനല്ലേ എന്നോട് പറഞ്ഞേ. അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. അവള് ദയനീയമായി അപ്പൂന്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി ഏട്ടത്തി? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന പോലെ മൂളി. അവൻ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തലോടി. അവള് പെട്ടെന്ന് പുറകിലേക്ക് മാറി. അപ്പൂന് ചിരി വന്നു. ഏട്ടാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കാം. കറക്റ്റ് സമയത്ത് അങ്ങോട്ട് എത്തേണ്ടതാ. അപ്പു അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പൂവാടാ, അതിനു മുൻപ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നടക്കാനുണ്ട്. അവൻ പറഞ്ഞതും അതെന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അപ്പു കള്ളച്ചിരിയോടെ അഗ്നിയെ നോക്കിയതേയുള്ളൂ. അഗ്നിയിലും അതേ ചിരി. അവൻ വീണ്ടും ജ്വാലയെ നോക്കി. അതെ, നമുക്ക് 3 പേർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? അവൻ ചിരിയോടെ ചോദിച്ചു. അവള് മറുപടി പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ പുഞ്ചിരിയോടെ ഫോട്ടോഗ്രാഫറെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ 3 പേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കുന്നത് കണ്ട് അംബികയിലും അരുന്ധതിയിലും ദേഷ്യം നിറഞ്ഞു. പക്ഷെ തങ്ങളുടെ മക്കൾക്ക് ആരവിൽ എത്തിച്ചേരാനുള്ള വഴി ജ്വാലയാണെന്നവർ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അംബിക പൊന്നൂനായും അരുന്ധതി സൗപർണികയ്ക്കായും ആരവിനെ മനസ്സിൽ കണ്ടുവെച്ച് കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും ജ്വാല മൗനത്തിൽ തന്നെയായിരുന്നു. അവളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളോട് സംസാരിച്ച് അവളെ കൂടുതൽ വിഷമിപ്പിച്ചില്ല. ഭക്ഷണം പരസ്പരം വാരിക്കൊടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞെങ്കിലും അവൻ പുഞ്ചിരിയോടെ അതും നിരസിച്ചു. അവനടുത്തിരിക്കുമ്പോൾ തന്റെ ശരീരം വിറയ്ക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പേടിയാണ് തനിക്ക് അവനോടെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ പരവേശം പോലെ. കഴിക്കുന്നതിനിടയിലും അവളെ നോക്കിയ അഗ്നിക്ക് അവളുടെ വിറയല് കണ്ട് പാവം തോന്നി. ജ്വാല, അവൻ വിളിച്ചു. അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നെ പിടിച്ചു തിന്നോന്നല്ല പെണ്ണെ, ഭക്ഷണം കഴിക്കാൻ നോക്ക്, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവള് തലതാഴ്ത്തി പെട്ടെന്ന് ഇലയിൽ നിന്നും ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ അവനും കഴിക്കാൻ തുടങ്ങി. അഗ്നിക്കും ജ്വാലയ്ക്കും അവന്റെ വീട്ടിലേക്ക് പോവാനുള്ള സമയമായിരിക്കുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ജ്വാല അവനെ പേടിയോടെ നോക്കി. വാ, നമുക്ക് പോവാൻ സമയായി. ഗൗരവം നിറഞ്ഞിരുന്നു അവന്റെ സ്വരത്തിൽ. ജ്വാല നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. എല്ലാരെയും വിട്ട് ഞാൻ ഇവിടുന്ന് പോവാൻ പോകുന്നു, അതും ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങോട്ടാന്ന് പോലും അറിയാതെ. അവളൊന്ന് തേങ്ങിപ്പോയി. ഇറങ്ങാറായോ അഗ്നി? പെട്ടെന്ന് പുറകിൽ നിന്നും കേശവന്റെ ശബ്ദം കേട്ടു. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവൻ അതേ ചിരിയോടെ തന്നെ അയാളെ തിരിഞ്ഞു നോക്കി. കേശവനും കൂടെ രാജനും കിച്ചുവും ഉണ്ട്. ഇറങ്ങുക, അമ്മയൊക്കെ പോയി. ഇപ്പൊ ഇറങ്ങിയാലേ സമയത്ത് വീട്ടിലെത്തൂ. അവൻ പുഞ്ചിരിച്ചു. ഞങ്ങൾക്ക് ജ്വാലയോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, രാജൻ പറഞ്ഞു. ജ്വാല സംശയത്തോടെ അയാളെ നോക്കി. ഓക്കെ, സംസാരിക്കൂ, ഗൗരവത്തോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അഗ്നി കാറിലേക്ക് ചാരി നിന്നു. അപ്പോഴേക്കും അപ്പുവും വ്യാസും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്താ ഏട്ടാ? അപ്പു സംശയത്തോടെ ചോദിച്ചു. അവർക്ക് അവളോട് സംസാരിക്കണമെന്ന്, അവൻ അപ്പുവിനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞതും വ്യാസു അപ്പുവും ചിരിയോടെ അവനെ നോക്കി. മോളെ ജ്വാല, ഒന്ന് വരൂ, കേശവൻ സ്നേഹത്തോടെ വിളിച്ചു. ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇത്രയും സ്നേഹത്തില് എന്നെയാണോ വിളിച്ചേ? അവൾ അത്ഭുതത്തോടെ എന്നാൽ വിടർന്ന കണ്ണാലെ അയാളെ നോക്കി. അവൾ മൂളിക്കൊണ്ട് അവർക്കൊപ്പം അല്പം മാറി നിന്നു. ജ്വാല, കിച്ചു അവളെ വേദനയോടെ വിളിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ ഈ വേദന കിച്ചേട്ടന്? അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നോട് ദേഷ്യമാണോ ജ്വാല? അവൻ സങ്കടത്തോടെ ചോദിച്ചു. അല്ല, അവൾ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് നീയില്ലാതെ പറ്റില്ല ജ്വാല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവള് പുഞ്ചിരിച്ചു. എന്താ വല്യച്ഛ, എന്താ എന്നോട് പറയാനുള്ളേ? അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവള് രാജനോട് ചോദിച്ചു. കിച്ചു ദേഷ്യത്തോടെ പല്ലിരുമ്മി. എന്താ ജ്വാല, ഇറങ്ങാറായോടി? അങ്ങോട്ട് ഓടി വന്നുകൊണ്ട് പെട്ടെന്ന് പൊന്നു ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇറങ്ങാറായി. വല്യച്ഛനും മാമനും എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അത് കേൾക്കാൻ നിന്നതാ.
അവള് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് സംസാരിക്കാൻ? പൊന്നു സംശയത്തോടെ മൂന്നാളെ നോക്കി. അവളുടെ നോട്ടത്തിൽ കിച്ചു ഒന്ന് പതറി. എനിക്കല്ല, അച്ഛനും അമ്മാവനാ സംസാരിക്കാനുള്ളേ. കിച്ചു പെട്ടെന്ന് പറഞ്ഞതും പൊന്നു വെറുതെ തലയാട്ടി. പൊന്നു, നീ പോവാൻ നോക്ക്, ഞങ്ങൾക്ക് ജ്വാലയോടാ സംസാരിക്കാനുള്ളേ. കേശവൻ പറഞ്ഞു. എന്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി അച്ഛൻ, അല്ലെങ്കിൽ പറയണ്ട. അവള് പുച്ഛത്തോടെ പറഞ്ഞു. കേശവൻ അവളെ തറപ്പിച്ചു നോക്കി. പക്ഷെ അവളുടെ ചുണ്ടിൽ അപ്പോഴും പുച്ഛമാണ്. അളിയ, പൊന്നോടെ നിന്നോട്ടെ, അവളും കൂടി അറിയേണ്ട കാര്യല്ലേ. രാജൻ കേശവനെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ തല ഉലുക്കിക്കൊണ്ട് ജ്വാലയെ നോക്കി. ഒന്ന് വേഗം, ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. പുറകിൽ നിന്നും പെട്ടെന്ന് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. കിച്ചു അവനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. അഗ്നി അത് കണ്ട് ഒന്ന് ചിരിച്ചു. ഇന്ന് ഒരുപാട് ജോലിയുണ്ട് ശരൺ. ഇന്ന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ ദിവസമല്ലേ. രാത്രി ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിക്കണ്ടേ. എനിക്ക് ഇപ്പോഴേ ക്ഷീണ, ഒന്ന് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ടാ. അവൻ കിച്ചുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു. ഛേ. അവൻ ദേഷ്യത്തോടെ അഗ്നിയിൽ നിന്നും മുഖം തിരിച്ചു. ജ്വാല അഗ്നിയെ പേടിയോടെ തിരിഞ്ഞു നോക്കി. വേഗം സംസാരിച്ചിട്ട് വാ ജ്വാല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാ. അവൻ അവളോട് കുറുമ്പോടെ പറഞ്ഞു. അവന്റെ കുറുമ്പ് നിറഞ്ഞ സ്വരം കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവള് വേഗം തല താഴ്ത്തിപ്പിടിച്ചു. അഗ്നി കള്ളച്ചിരിയോടെ അവളെ നോക്കി നിന്നു. എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നേ? വ്യാസ ചിരിയോടെ അവന്റെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. സത്യല്ലേ ഞാൻ പറഞ്ഞേ? അവനിൽ കള്ളച്ചിരിയാണ്. എന്റെ പൊന്ന് വ്യാസേട്ടാ, ഒന്നും മിണ്ടാതിരുന്നേ. ഈ മനുഷ്യൻ ആ പെണ്ണെന്ന് വെച്ച ഭ്രാന്ത. അതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങേരെ അതിനെ കൊല്ലാതെ വിട്ടാ ഭാഗ്യം. അപ്പു അഗ്നിയെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ സത്യല്ലേ പറഞ്ഞേ? അവന്റെ നോട്ടം കണ്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് അപ്പു ചോദിച്ചു. നീ അങ്ങനെ കൂടുതൽ സത്യം പറയണ്ട, മിണ്ടാതെ നിന്നോ അവിടെ. അവൻ കപടദേഷ്യത്തോടെ പറഞ്ഞു. ഓ. അപ്പു ചുണ്ടുകൊട്ടി. അത് കണ്ട് വ്യാസു അഗ്നിയും ഒന്ന് ചിരിച്ചു. അഗ്നിക്കൊപ്പം വന്നവരെല്ലാം കാറിൽ കയറിയിരുന്നു. കുറച്ചു പേരെയെല്ലാം അഗ്നി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി അപ്പുവിന്റെ കൂടെ വന്നവർ മാത്രമേ ഉള്ളൂ. അപ്പു ആണെങ്കിൽ ഇനി എന്താണ് നടക്കുന്നതെന്നറിയാൻ അഗ്നിക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. അഗ്നി ജ്വാലയും മറ്റുള്ളവരെയും ഉറ്റുനോക്കി നിന്നു. രാജൻ ഒരു പേപ്പർ എടുത്ത് അത് ജ്വാലയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ജ്വാല എന്താണെന്ന പോലെ അതിലേക്ക് നോക്കി. ഒരു മുദ്രപേപ്പർ ആയിരുന്നു അത്. അവൾ അതൊന്ന് വായിച്ചു നോക്കി. ജ്വാല അവളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും രാജന്റെ, കിച്ചുവിന്റെയും കേശവന്റെയും പേരിൽ സ്വമേധയെ എഴുതി വെക്കുന്നതിൽ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള സമ്മതപത്രമായിരുന്നു അത്. ജ്വാല രാജനെ ഞെട്ടലോടെ നോക്കി. അവളുടെ മുഖഭാവം കണ്ട് അയാളൊന്ന് പരിങ്ങിക്കൊണ്ട് കേശവനെയും കിച്ചുവിനെയും നോക്കി. പൊന്നു സംശയത്തോടെ ജ്വാലയുടെ കയ്യിൽ നിന്നും അത് വലിച്ചെടുത്ത് വായിച്ചു നോക്കി. അവളുടെ മുഖത്ത് പൊടുന്നനെ ദേഷ്യം ഇരച്ചു കയറി. എന്താ ഇത്, നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? അവള് ദേഷ്യത്തോടെ അവരോട് അലറി. കിച്ചു അപ്പോഴും മൗനം പാലിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ പേപ്പറിൽ എന്താണെന്ന് അറിയാത്ത മുഖഭാവത്തിൽ ജ്വാലയെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ട് പൊന്നൂന് പുച്ഛമാണ് തോന്നിയത്. എന്താ ഏട്ടാ ഒന്നും അറിയാത്ത പോലെ നോക്കുന്നേ? ഏട്ടന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണോ? അവളുടെ ശബ്ദത്തിൽ പരിഹാസമാണ്. അവന്റെ മുഖം വിളറിപ്പോയി. എങ്കിലും അവൻ ജ്വാലയെ സങ്കടത്തോടെ നോക്കി. എന്താ ജ്വാല അതില്? എനിക്കറിയില്ല, സത്യം. അവൻ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. അവൾ അത് വിശ്വസിച്ചു എന്ന് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ കിച്ചുവിന് മനസ്സിലായി. അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ജ്വാലയ്ക്ക് മനസ്സിലായില്ലെങ്കിലും പൊന്നൂന് അത് വ്യക്തമായി മനസ്സിലായിരുന്നു. അവൾക്ക് അവനോട് ദേഷ്യം തോന്നിപ്പോയി. രാജൻ വന്ന് ജ്വാലയുടെ തലയിലൊന്ന് തലോടി. അവള് കണ്ണു നിറച്ചുകൊണ്ട് അയാളെ നോക്കി പുഞ്ചിരിച്ചു. മോളെ, ഞങ്ങൾക്ക് നിന്റെ സ്വത്തുക്കളൊന്നും ആവശ്യമില്ല. കുറച്ച് ബാധ്യതകൾ വന്നുപോയി. നിന്നോട് ചോദിക്കാതെ കുറച്ച് തിരിമറി നടത്തേണ്ടതായിട്ടും വന്നു. പക്ഷെ ആ ബാധ്യതകളെല്ലാം തീർക്കണമെന്ന് തന്നെയാ കരുതിയേ. പക്ഷെ പറ്റിയില്ല. അയാൾ സങ്കടത്തോടെ പറഞ്ഞു. ജ്വാലയ്ക്ക് അയാളോട് പുച്ഛം തോന്നിപ്പോയി. കിച്ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയാ. വല്യച്ഛന് സ്നേഹം എന്റെ സ്വത്തുക്കളോട് മാത്ര. അവൾക്കൊന്ന് കരയാൻ തോന്നി. ജ്വാല, അളിയൻ പറഞ്ഞത് ശരിയാ. തെറ്റു പറ്റിപ്പോയി. ഞങ്ങളെ കൊണ്ട് ഈ കടമൊന്നും തീർക്കാൻ കഴിഞ്ഞില്ല. അതിനും നിന്നെ ബലിയാടാക്കേണ്ടി വന്നു. മോള് ക്ഷമിക്കണം. കേശവനും വിഷമത്തോടെ പറഞ്ഞു. ജ്വാല അയാളെ ഒന്ന് നോക്കി. ഞാൻ എന്താ വേണ്ടേ അത് പറഞ്ഞോളൂ. അവൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. രാജന്റെയും കിച്ചുവിന്റെയും കേശവന്റെയും കണ്ണുകൾ തിളങ്ങി. മോൾ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഇതിൽ ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്വത്തുക്കളെല്ലാം എന്നും നിന്റേത് മാത്രമായിരിക്കും. പക്ഷെ ഇപ്പോ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ എല്ലാ അഗ്നി സ്വന്താക്കും. രാജൻ പറഞ്ഞു. മനസ്സിലായില്ല. ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. മോളെ, അവനിപ്പോ നിന്റെ സ്വത്തുക്കളൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവസാനം നിന്റെ കയ്യിൽ നിന്നെല്ലാം തട്ടിയെടുത്ത് അവൻ നിന്നെ ഇറക്കി വിടും. രാജൻ പതിയെ അവളോടായി പറഞ്ഞു. അതുകൊണ്ട്? അവളുടെ സ്വരമിടറി. അതുകൊണ്ട് മോൾ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എല്ലാം മോളുടെ നല്ലതിന് വേണ്ടി തന്നെയാ. രാജൻ സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖത്ത് വേദന നിറഞ്ഞു. എന്തിനെങ്ങനെ അഭിനയിച്ച് തകർക്കുന്ന എന്റെ മുന്നിൽ വെല്ലിച്ച? അവള് മനസ്സിൽ വേദനയോടെ പറഞ്ഞു. എടുത്തോട്ടെ,
എല്ലാം എല്ലാം എടുത്തോട്ടെ, ജ്വാലയ്ക്കൊന്നും വേണ്ട. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അംബികയും അരുന്ധതിയും മറ്റുള്ളവരും ആകാംക്ഷയോടെ കുറച്ചു മാറി അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്ക് അവളുടെ സ്വത്തുക്കൾ വേണം, അതിനെന്തിനീ നാടകം മുഴുവൻ? പൊന്നു ദേഷ്യത്തോടെ രാജനോട് ചോദിച്ചു. രാജൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നേ, എന്നെ ജ്വാലയ്ക്ക് മനസ്സിലാവും. രാജൻ അവളോട് പുച്ഛത്തോടെ പറഞ്ഞു. അവള് വെറുപ്പോടെ അയാളിൽ നിന്നും മുഖം തിരിച്ചു. ഏട്ടനീ നാടകത്തിൽ റോളൊന്നുമില്ലേ? ഇത്രയും നേരമായിട്ടും ഡയലോഗൊന്നും കേട്ടില്ല. പൊന്നു കിച്ചുവിനെ നോക്കി പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ജ്വാലയുടെ മുന്നിലായി വന്നു നിന്നു. ജ്വാല, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവള് കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. എനിക്കിതില് ഒരു പങ്കുമില്ല ജ്വാല, എനിക്ക് നിന്റെ സ്വത്തുക്കളൊന്നും വേണ്ട. ഒരിക്കലും നിന്റെ കിച്ചേട്ടൻ അതൊന്നും മോഹിച്ചിട്ടുമില്ല. അവന്റെ സ്വരമിടറി. പൊന്നൂൻ അവന്റെ അഭിനയം കണ്ട് ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. സാരല്ല കിച്ചേട്ടാ, ജ്വാലയ്ക്ക് ഒന്നും വേണ്ട, എല്ലാം എല്ലാവരും എടുത്തോട്ടെ, ഒന്നും എനിക്ക് വേണ്ട, നശിപ്പിക്കാതിരുന്നാ മാത്രം മതി, ഞാൻ ഒപ്പിട്ട് തന്നോളാം. അവള് കണ്ണു നിറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. ജ്വാല, അവന്റെ സ്വരം നേർത്തുപോയി. കിച്ചേട്ടൻ എനിക്ക് വിശ്വാസ, നോക്കിക്കോണേ, എൻ്റെ അച്ഛയുടെയും മുത്തശ്ശന്റെയും വിയർപ്പാ. അവളുടെ സ്വരമിടറി. അവൻ മറുപടി പറയാതെ അവളെ സങ്കടത്തോടെ നോക്കി നിന്നതേയുള്ളൂ. ജ്വാലയ്ക്ക് നേരെ കേശവൻ പേന നീട്ടി. അവൾ അയാളെ നോക്കി ചിരിയോടെ അത് കയ്യിൽ വാങ്ങി. ജ്വാല, മണ്ടത്തരം കാണിക്കല്ലേ നീ, പൊന്നു അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ടടി, ഇതാണ് ആവശ്യമെങ്കിൽ എല്ലാവരും എടുത്തോട്ടെ. അവള് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നൂന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. ജ്വാല ആ സമ്മതപത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കി. അവളുടെ കണ്ണുനീർ അതിൽ പതിച്ചെങ്കിലും അവൾ അതിലേക്ക് ഒപ്പിടാൻ പേന കൊണ്ടുപോയി. പെട്ടെന്ന് അഗ്നി വന്ന് ആ പേപ്പർ അവളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തു. എല്ലാവരും ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ജ്വാലയും പകച്ചുപോയിരുന്നു. കിച്ചു അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അഗ്നി എല്ലാവരെയും പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അതൊന്ന് വായിച്ചു നോക്കി. ആഹാ, കൊള്ളാലോ. അത് വായിച്ചു കഴിഞ്ഞതും അവൻ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം കലർന്നു. ജ്വാല ഇപ്പോ എന്റെ ഭാര്യ, എന്റെ സമ്മതിയില്ലാതെ എന്റെ ഭാര്യ നിങ്ങൾക്കെല്ലാം എങ്ങനെയാ ഈ സ്വത്തുക്കളെ എഴുതി തരുന്നേ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. കിച്ചു അടക്കം എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കി. വിവാഹ ദിവസം അവളുടെ കയ്യിൽ നിന്നും എല്ലാം എഴുതി വാങ്ങിച്ചു കൊള്ളാൻ അവനല്ലേ പറഞ്ഞതെന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അപ്പോൾ വന്ന ചിന്ത. അഗ്നി, നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം നിനക്കും അറിയാവുന്നതല്ലേ? രാജൻ അവനോട് ദേഷ്യത്തോടെ ചീറി. എനിക്ക് എന്തറിയാന്നാ? എന്റെ ഭാര്യയുടെ സ്വത്തുക്കള് നിങ്ങൾ എഴുതി വാങ്ങിക്കുന്നതാണോ എനിക്കറിയാവുന്നേ? അവനിൽ ചിരിയാണ്. നീ തന്നെയല്ലേ വേണമെങ്കിൽ എല്ലാം എഴുതി വാങ്ങിച്ചോളാൻ പറഞ്ഞേ? വിവാഹം വരെ ഒന്നും അതിനുവേണ്ടി ചെയ്യരുതെന്ന് നീ പറഞ്ഞില്ലേ? അതുകൊണ്ടാ വിവാഹം കഴിയുന്നത് വരെ ഞങ്ങൾ കാത്തേ. കേശവനും ദേഷ്യത്തിൽ പറഞ്ഞു. അഗ്നി, നീ ഇതെന്തിപ്പ ഇങ്ങനെ പെരുമാറുന്നേ? കിച്ചു രംഗത്തിറങ്ങി. ആഹാ, അപ്പൊ ചരണനും ജ്വാലയുടെ സ്വത്തിൽ നോട്ടുണ്ടായിരുന്നോ? അവൻ കിച്ചുവിനോട് ചോദിച്ചു. കിച്ചു പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി. നോട്ടം ജ്വാലയിലേക്ക് പോയി. ജ്വാല അവനെ തന്നെ നോക്കുന്നുണ്ട്. ഇല്ല, എനിക്കെന്തിനാ ജ്വാലയുടെ സ്വത്തുക്കള്? അവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അഗ്നി ചിരിച്ചു. അപ്പോ ചരണന് ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ആർക്കും വേണ്ട, അതുകൊണ്ട് ഇങ്ങനൊരു പേപ്പറിന്റെ ആവശ്യമില്ല. പുച്ഛത്തോടെ പറയുന്നതിനോടൊപ്പം അവൻ ആ സമ്മതപത്രം വലിച്ചു കീറിക്കളഞ്ഞു. രാജനും കേശവനും കിച്ചു അവന്റെ പെരുമാറ്റത്തിൽ തറഞ്ഞു നിന്നു. ഡാ! രാജൻ ദേഷ്യത്തോടെ അഗ്നിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. ജ്വാല പേടിച്ചുപോയി. കൈയെടുക്കുകാർന്നോരെ, വീട്ടിലേക്ക് വൃത്തി കയറി ചെല്ലേണ്ടത് എനിക്ക്, ഷർട്ട് ചുളിക്കല്ലേ. അവൻ കോളറിലിരിക്കുന്ന രാജന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അയാളുടെ കൈകളെ വിടിവിപ്പിച്ചു. ചതിക്കായിരുന്നു അല്ലേ? നീയല്ലടാ പറഞ്ഞേ നിനക്ക് ഇവളുടെ പേരിലുള്ളതൊന്നും വേണ്ടാന്ന്? കേശവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് സത്യം തന്നെയാ, എനിക്ക് ഇവളുടെ സ്വത്തുക്കളൊന്നും ആവശ്യമില്ല. പക്ഷെ ജ്വാലയ്ക്ക് അവളുടെ സ്വത്തുക്കളെല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് മോഹിച്ച് ആരും നിൽക്കണ്ട. അവൻ പുച്ഛിച്ചു. കിച്ചു ദേഷ്യം കൊണ്ട് വിറച്ചു. ചതി, കൊടും ചതി, പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങള്. അഗ്നിദേവ് ചതിച്ചിരിക്കുന്നു. കിച്ചുവിന് അഗ്നിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. നീ തരാന്ന് പറഞ്ഞ ബാക്കി 1 കോടി താന്നാ? കേശവൻ പറഞ്ഞു. ജ്വാല സംശയത്തോടെ അയാളെ നോക്കി. 5 കോടി തന്നതല്ലേ എന്ന സംശയം അവളുടെ മുഖത്തുണ്ട്. ഞാൻ പറഞ്ഞ 5 കോടി ഞാൻ തന്നിട്ടുണ്ട്. വേറെ നിങ്ങൾക്ക് ഞാനൊന്നും തരാനില്ല. ഇനി വേണമെങ്കിൽ വീട്ടിലേക്ക് വാ, വല്ലതും തന്നേക്കാം. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി. പൂവാ ജ്വാല, സമയായി, അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി പിടിച്ചു. ഇത്ര നേരം നടന്ന വഴക്കെല്ലാം തന്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു എന്നോർക്കവേ കണ്ണുകൾ വീണ്ടും നിറയുന്നു. അഗ്നി അവളുമായി തിരിഞ്ഞു നടന്നു. ചതിക്കായിരുന്നു അല്ലേ അഗ്നിദേവ്? രാജൻ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു. അവൻ ഒന്ന് നിന്നു. നീ കാറി കയറിയിരിക്കെ, ഞാനിപ്പോ വരാം, അവൻ ജ്വാലയോട് പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു. അതുവരെ കാഴ്ചക്കാരായി നിന്നിരുന്ന വ്യാസു അപ്പുവും അഗ്നിക്കൊപ്പം പോയി. അപ്പോഴേക്കും പൊന്നു വന്ന് ജ്വാലയെ കെട്ടിപ്പിടിച്ചിരുന്നു.
തുടരും.